പ്രിയപ്പെട്ടവരെ, ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ശുശ്രൂഷകരുടെ ജീവിതത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അവന്റെ സമർപ്പണ ജീവിതത്തിന്റെ ആ ഒരു എന്നാ പറയട്ടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന പോലും ഒരു കാലത്ത് ചെല്ലാൻ വിഷമിച്ചിരുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് 3 മണിക്കൂർ നിപ്പിൽ ഈശോയെ കുറിച്ച് പ്രസംഗിക്കാനുള്ള അവസ്ഥയിലേക്ക് തമ്പുരാൻ മാറ്റി. ഒത്തിരി സഹിക്കേണ്ട വന്നു, ഒത്തിരി കാത്തിരിക്കേണ്ട വന്നു. പക്ഷേ ഇതിന്റെ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നേരത്തെ ഈ രാജാവിന്റെ ടോയ്ലറ്റിലും അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ ആയിരിക്കുമ്പോഴും അവയ്ക്ക് അവയുടേതായ ധർമ്മം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ലായിരുന്നു, ആരും എടുക്കാത്ത അവസ്ഥയിലും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലും വെറും ഉപയോഗശൂന്യമായിട്ട് തിരസ്കരിക്കപ്പെട്ട് ഇടപെട്ട അവസ്ഥയിലും എന്റെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് എന്റെ പൊന്നുതമ്പുരാനെ ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്തിരുന്നു. നാളെ ദൈവം എന്നെ എടുക്കും, അതുവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനോടകം ഏറ്റവും കുറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു 500 വ്യക്തികളോടെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എന്റെ അനുഭവങ്ങളിലൂടെ ഒരു 500 പേരോടെങ്കിലും ഈശോയെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തമ്പുരാൻ വളരെ അഭിഷേകത്തോടുകൂടി വേദിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ വളർത്തി. അവിടെ നിൽക്കുമ്പോൾ നോട്ടൊന്നും തയ്യാറാക്കി വെക്കണ്ട, അവിടെ പോയി നിന്നാൽ മതി. കടലിൽ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന പോലെ മനസ്സിലേക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പുതിയ ചിന്തകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ആ മുമ്പിലായിരിക്കുന്ന എത്ര പേരുണ്ട് അത്രയും പേർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന എന്റെ ഏതാനും ചില കൂട്ടുകാർ അവര് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, തമ്പുരാൻ എടുക്കും, ഈശോ എടുക്കും നമ്മൾ. പ്രിയപ്പെട്ടവരെ, അന്നാ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുക. അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ലീഫ്ലെറ്റ് അടിച്ച് തെരുവിൽ കൊണ്ട് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷകളെ സംഘടിപ്പിച്ചിട്ട് കൃപയുള്ളവരെ വിളിച്ച് ശുശ്രൂഷ ചെയ്യിക്കുന്ന കാര്യത്തിൽ ചെറിയ തോതിൽ എന്തൊക്കെയെങ്കിലും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്.